ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു AKS മീഡിയ. ഇന്ന് ചെന്നൈയിലുള്ള വണ്ടലൂർ സൂവിലാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ സൂവിൻ്റെ അകത്തുള്ള വിശേഷങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാം. ഫ്രണ്ട്സ്, അങ്ങനെ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി വരികയാണ്. നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. അടിപൊളി സീനറിയാണ്. ഷാജിയേട്ടനും വിശാഖും അവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് പോകുന്നുണ്ട്. നമ്മുടെ ഷാജി പാപ്പാൻ നല്ല ഫോട്ടോ പോസൊക്കെ ചെയ്ത് നിൽക്കുന്നുണ്ട്. അടിപൊളിയിൽ. പിന്നെ ഫോറസ്റ്റ് മ്യൂസിയം, നമുക്ക് നേരെ അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് പോയി നോക്കാം. നേരെ ഫോറസ്റ്റ് മ്യൂസിയം. ഇവരൊടുക്കത്തെ ഫോട്ടോ പോസിങ് കേട്ടോ. ക്യാമറയ്ക്ക് മൊബൈലിന് പ്രത്യേക ടിക്കറ്റ് എടുക്കണം, 25 രൂപ. വലിയ ആൾക്ക് 90 രൂപയാണ്. അപ്പോൾ ഇവരാ മൊബൈലിൻ്റെ പൈസ മുതലൊക്കെ മാക്സിമം എടുക്കുന്നുണ്ട്. ഷാജേട്ടൻ വളരെ വിചിത്രമായ ഒരു പോസ്റ്റാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പക്ഷെ ചിരിക്കില്ല അങ്ങനെ പെട്ടെന്നൊന്നും. ഇതെന്താ സംഭവം ഒരു പിടിയില്ല കേട്ടോ. എന്താണ് ഹെർബേറിയം അങ്ങനെ എന്താ എഴുതി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയോ ചെടികളാണ്, ഒരു പിടിയും കിട്ടുന്നില്ല. ഇൻസെക്ടോറിയം. ഇവിടെ വലിയൊരു മരത്തടി കൊണ്ടുവച്ചിട്ടുണ്ട്. എന്താ സംഭവം ഒരു പിടിയില്ല. ഷെൽ ലൈം സ്റ്റോൺ ഫോസിലോ, അത് വലിയ പിടിയില്ലാത്തതിനെ കൊണ്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. കടയുണ്ട്, കടയിൽ എന്തൊക്കെ സാധനമൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് അടുത്തത് എങ്ങോട്ടാണ് പോകേണ്ടത് നോക്കാം. ഒരു മിനിറ്റ്. അങ്ങനെ വീണ്ടും പുറത്തിറങ്ങി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് ഒരുപാട് ടൈം ഉണ്ടാവും. കുറേ കാണാണ്ട് ഉള്ളിലേക്ക്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ സമയം ഇവിടെ ചിലവഴിച്ചാൽ ശരിയാവില്ല. തമിഴിൽ എന്തോ ഇതുണ്ട്, തമിഴ് വായിക്കാൻ അറിയാത്തതിനെ കൊണ്ട് നേരെ പോവാം. ഇതിൻ്റെ ഉള്ളിൽ വേറെ പ്രത്യേകത എന്താ വെച്ചാൽ, പ്ലീസ് സാനിറ്റൈസ് യുവർ ഹാൻഡ്സ്. എവിടെ പോയാലും സാനിറ്റൈസർ യൂസ് ചെയ്യാണ്ട്. നോക്കാം എങ്ങനെ പരിപാടി നോക്കാം നമുക്ക്. കയ്യിലേക്ക് തുള്ളി വരുന്നുണ്ട്. ആഹാ, വളരെ നല്ല സ്ഥലങ്ങളാണ് എത്തിയത്. ഒരുപാട് ചുറ്റി നടന്ന് കാണാനുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. കുറേ വർഷങ്ങൾ മുമ്പ് ഞാൻ ഇവിടെ ഒരു തവണ വന്നതാണ്. ഏകദേശം 2-3 മണിക്കൂർ നടന്ന് കാണാൻ മാത്രമുണ്ട് ഇവിടെ. ഇവിടുത്തെ അതിൻ്റെ ഒരു സ്ട്രക്ചർ കാണാൻ. റെഡ് കാണുന്ന ഈ ലെഫ്റ്റ് സൈഡിൽ റെഡ് കാണുന്ന ഹിയർ, നമ്മൾ അവിടെ എത്തിയിട്ടുള്ളൂ. ഈ ബാക്കി ഇത് മുഴുവൻ നടന്ന് ചുറ്റി കാണാനുള്ളതാണ്. ആഹാ, ഒരു മുമ്പ് പോയല്ലോ. കുട്ടികളെ പാർക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഒരെണ്ണം. അവിടെ കയറാൻ പറ്റൂല. കുട്ടികളെ പാർക്ക് ക്ലോസ്ഡ് ആണ്. എനിക്ക് തോന്നുന്നത് അത് കൊറോണ സിറ്റുവേഷൻ ആയതുകൊണ്ടായിരിക്കും. അടുത്ത പരിപാടി എന്താ വെച്ചാൽ, ടൈഗറിനെ കാണാൻ വേണ്ടി സൂവിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറാം. അതിന് വേറെ ഒരാൾക്ക് 100 രൂപ വെച്ച് ടിക്കറ്റ് എടുക്കണം. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ടൈഗറിനെ കാണാൻ വേണ്ടിയിട്ട് ബസ് കയറിയിട്ടുണ്ട്. ബസ്സിൽ 100 രൂപ ഒരാൾക്ക് ടിക്കറ്റ് വേറെ വേണം ഇതിനുള്ളിൽ. ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം വിശേഷങ്ങൾ എന്താണ്. ഷാജിയേട്ടനും വിശാഖും അവിടെ ഉണ്ട്. ഒരു അങ്ങോട്ട് വന്ന്
ഷാജേട്ടാ സ്കൂളിന്റെ നട്ടായി നിൽക്കുന്നത് കൂടെ കടുവ ചാടി വരുമോ? ഇവിടെ ആള് കുരങ്ങൻ അതാ കുരങ്ങനെ കണ്ട്. കുരങ്ങൻ ശരിക്കും പറഞ്ഞാൽ ഇവിടേക്ക് നമുക്ക് ബസ്സിൽ വരേണ്ട ആവശ്യമില്ല. ഇത് അങ്ങനത്തെ സാധാ ജീവികളല്ല, മൃഗങ്ങൾ, അത്ര ഉപദ്രവകാരി അല്ലാത്ത മീനാണ്. പക്ഷേ ടൈഗറിൻ്റെ നടുവിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ബസ് കയറി പോണത്. അവിടേക്ക് എത്തില്ല, കുറച്ചും കൂടി അങ്ങോട്ട് പോവാണ്ട്. മാൻ അപ്പുറത്തെ സൈഡിന് കേട്ടോ, അപ്പുറത്തെ സൈഡ് വേറെ എന്തൊക്കെയോ ജീവികളൊക്കെ ഉണ്ട്. അതാ ഇടിവെട്ട് സാധനം. എന്താ അതിൻ്റെ പുറത്തുള്ള മസിലൊക്കെ. ശരി, ഇതൊക്കെ കാണണമെങ്കിൽ ഇവിടെ നടന്നിട്ട് തന്നെ വരണം കേട്ടോ. നോക്കാം എന്താ സ്ഥിതിന്ന്. ഇത് എല്ലാം നമ്മള് സുഖത്തിലാണ്. എന്താ കരടി? അയ്യോ കരടി, സോറി, കരടീനെ എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്ക് ഷെയ്ക്കായിപ്പോയി. ഫ്രണ്ട് സീറ്റിലിരുന്നാൽ ഒന്നും കൂടി അടിപൊളിയായിട്ട് കിട്ടിയിരുന്നു. പക്ഷേ ഞങ്ങൾ കയറുമ്പോഴേക്ക് ബസ്സിൽ ഏകദേശം. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പം സൂവിൻ്റെ ഉള്ളിലോട്ട് കയറിയുണ്ട്. എൻട്രൻസിൻ്റെ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. സോറി ഫ്രണ്ട്സ്, ടൈഗറിനെ കാണാൻ കഴിഞ്ഞില്ല. സിംഹം മാത്രമേ ഉള്ളൂ. ഒരു സിംഹം റോഡിനെ നടുവിൽ കിടക്കുന്നുണ്ട്. അതിനെ വീഡിയോ എടുക്കാൻ യാതൊരു ഭാഗമില്ല. സിംഹോ ഫ്രണ്ട്സ്, ഞങ്ങളെ വണ്ടീൻ്റെ മുന്നിലൊരു സിംഹം പെട്ട് കിടക്കുന്നുണ്ട്. അത് പോയാലപ്പോൾ ഞങ്ങൾക്ക് സൈഡ് എടുത്ത് പോകാൻ കഴിയുള്ളൂ. ഞങ്ങളാകെ പെട്ട്. ഇടിവെട്ട് സാധനതാ. ഇതെന്താ ഡിസ്പ്ലേക്ക് വെച്ചാൽ മതി, അനങ്ങാണ്ടിരിക്കണ്ടല്ലോ സാധനം അവിടെ. ആഹാ, ജീവൻ ഉണ്ടല്ലോ അതിന്. ഓ